ഒരു ദിവസം ബബിതയും അമലുമായി പാർക്കിലിരുന്ന് സംസാരിക്കുന്നത് കാണുന്ന ഹരി അവരുടെ വീഡിയോ പല പ്രാവശ്യം അമലും ബബിതയുമായി പല സ്ഥലങ്ങളിൽ ഇരുന്ന് സംസാരിക്കുകയും കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണുകയും ചെയ്യുന്ന ഹരി അവരുടെ വീഡിയോ എടുത്ത് ബബിതയോട് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം ബബിതയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, ഇത് ഞാൻ മറ്റാരെങ്കിലും കാണിക്കണമോ അതോ ഞാൻ പറയുന്ന കാര്യത്തിന് നീ വഴങ്ങിത്തരുമോ എന്ന്. ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, എന്താണ് ഹരി ചേട്ടാ ഉദ്ദേശിച്ചത്? അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായിട്ടില്ലേ, നീ എൻ്റെ മുറപ്പെണ്ണല്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാം, നീ എനിക്ക് ഒരു ദിവസം വഴങ്ങിത്തരണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ കല്യാണം കഴിക്കുകയൊന്നും വേണ്ട, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നീ അമലിനെയോ വേറെ ആര് വേണമെങ്കിലും നീ കല്യാണം കഴിച്ചോ, എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ആരോടും ഒരു കാര്യവും പറയില്ല. അത് കേൾക്കുന്ന ബബിത ആകെപ്പാടെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഹരിയേട്ട എന്തായി ഹരിയേട്ട സംസാരിക്കുന്നത്? ഞാൻ ഹരിയേട്ടനെ എൻ്റെ രോഹിത്തിനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഹരിയേട്ടനെ ഞാൻ മറ്റൊരു സ്ഥാനത്ത് ഒരിക്കലും കണ്ടിട്ടില്ല. അമലിനോട് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അമൽ വിളിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പോകുന്നത്. അമലിനെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, അവനെ എനിക്ക് കല്യാണം കഴിക്കണം. ആ സമയത്ത് ഹരി പറയുന്നുണ്ട്, അമലിനെ കല്യാണം കഴിക്കണമെന്നോ? അമലിനെ പറ്റി നിനക്കെന്തറിയാം? അവൻ പല പെണ്ണുങ്ങളോടൊപ്പം പല സ്ഥലങ്ങളിൽ പോയത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്നിട്ടാണോ നിന്നെയും അവൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ട് നടക്കുന്നത്, അല്ലാതെ അവന് നിന്നോട് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല. എന്നിട്ടും ബബിത പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ട, അമൽ എന്നോട് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹം കാണിക്കുന്നത്, ഞങ്ങൾ വിവാഹം കഴിക്കും എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് നിൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ അമ്മയോടും അച്ഛനോടും ശിവനങ്കളിനോടും എല്ലാവരോടും ഞാൻ പറയും, അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഹരിയുടെ ഭീഷണി കേൾക്കുമ്പോൾ ബബിത വീണ്ടും കരഞ്ഞുകൊണ്ട് ഹരിയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഹരിയേട്ട എന്നോട് അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്, ഞാൻ ഹരിയേട്ടനെ ആ ഒരു രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല, അങ്ങനെ പറയാൻ പോലും പാടില്ല ഹരിയേട്ട എന്നൊക്കെ. ആ സമയത്ത് വീണ്ടും ഹരി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാത്രി നിന്നെ ഫോൺ ചെയ്യും, ആ സമയത്ത് നീ എന്തായാലും ഇറങ്ങി വരണമെന്ന്. എന്നിട്ട് ഹരി അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ബബിത അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഹരി എടുത്ത വീഡിയോ ബാക്കി എല്ലാവരെയും കാണിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് ബബിതയോട് പറഞ്ഞതിനെ തുടർന്ന് ബബിത തീരുമാനിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഹരി വിളിക്കുന്നിടത്തേക്ക് പോകാമെന്ന്. അതിനെ തുടർന്ന് രാത്രി 12 മണിയായപ്പോൾ ഹരി വീട്ടിൻ്റെ പുറകുവശത്ത് ബബിതയും കാത്തു നിൽപ്പുണ്ട്. ബബിത വീടിൻ്റെ കതവ് തുറന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടേക്ക് 2 പേര് വരുന്നത്. അത് രാജീവനും ശിവനുമായിരുന്നു. അവർ ബബിതയെ കണ്ടപാടെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്, ഈ രാത്രി 12 മണിക്ക് നീ എന്തിനാ വെളിയിലിറങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അത് അങ്ങളെ ഭയങ്കര ചൂടായിരുന്നു റൂമിനകത്ത്, അതും പോയിട്ട് എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം, അമ്മയുടെയും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഉറക്കമേ വരുന്നില്ല അങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പുറത്തേക്ക് ഇരിക്കുന്നത്. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ഇങ്ങനെ നീ ഈ രാത്രി ഈ സമയത്ത് ഇവിടെ പുറത്തിരിക്കേണ്ട ആവശ്യമില്ല, നീ ഒരു പെൺകുട്ടിയല്ലേ, പാതിരാത്രിക്ക് എന്തിനാ വെളിയിലിറങ്ങി ഇങ്ങനെ നിൽക്കുന്നത്, അതുകൊണ്ട് നീ അകത്ത് കയറിപ്പോയിക്കോ. ഇപ്പോൾ നിൻ്റെ കുടുംബത്തിലെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലേ, നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ, അതുകൊണ്ട് മറ്റെന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തിക്കൊള്ളണം, നിന്നെപ്പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹരിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ ആവശ്യം നടക്കില്ല. അങ്ങനെ ഹരി തിരിച്ചു പോവുകയാണ്. ബബിതയോട് ശിവനും രാജീവനും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബബിത തിരിച്ച് റൂമിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അവിടെ ചെന്നിരുന്ന് ബബിത പല കാര്യങ്ങളും ആലോചിച്ച് കരയുകയാണ്. ശിവനും രാജീവനും ആണെങ്കിൽ പുറത്തിരുന്ന് കുറച്ച് മദ്യപിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ ഇരുന്ന് അവർ മദ്യപാനത്തിനിടയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ശിവൻ രാജീവനോട് പറയുന്നുണ്ട്, രാജീവേട്ട എങ്ങനെ പോയാൽ എന്തായിരിക്കും അവസ്ഥ, ബാലചന്ദ്രൻ്റെയും വൈജയുടെയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു സമാധാനവും ഇല്ല, വൈജയ്ക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് കൂടും സംസാരിക്കുന്നതേ താല്പര്യമില്ല, നമ്മളിപ്പോൾ അലീനയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വൈജ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത്, വൈജ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ എന്ന് തന്നെ എനിക്കറിയില്ല, അലീനയെ പറ്റിയുള്ള രഹസ്യം അവളെ അറിയിക്കാനും കഴിയില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല രാജീവേട്ട എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്, നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഇവരുടെ കാര്യങ്ങൾ മാത്രം തീരുമാനപ്പെടുത്തിയിട്ട് ഇരുന്നാലും നടക്കില്ലല്ലോ, നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ, നമുക്ക് തിരിച്ചു പോകണ്ടേ, അതിനിപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, അതിനിടയിൽ ഇവരുടെ കാര്യം എങ്ങനെ റെഡിയാക്കാനാണ്, അതും പോയിട്ട് എനിക്കിവിടെ ബബിതയെയും രോഹിത്തിനെയും ഇവിടെ നിർത്തുന്നതിൽ താല്പര്യമൊന്നുമില്ല, ഹരിയുടെ സ്വഭാവവും എല്ലാവർക്കും അറിയാമല്ലോ, അവർ നേരത്തെ അലീനയോട് ചെയ്ത കാര്യങ്ങളും നമുക്കറിയാമല്ലോ, സ്വന്തം സഹോദരിയാണെന്നറിയാതെ അന്ന് രോഹിത്തും ഹരിയുടെ വാക്കിന് വഴങ്ങി
അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. ഇനി ബബിതയെയും കൂടെ ഇവിടെ നിർത്താൻ വയ്യ. അവൻ്റെ ഹരിയുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ബബിതയെയും ഹരിയെയും കടപ്പാട്ടൂരിലേക്ക് തന്നെ പറഞ്ഞു വിടാം. അവിടെ ആകുമ്പോൾ ബാലചന്ദ്രൻ ഉള്ളത് കൊണ്ട് അവർ സുരക്ഷിതരായിരിക്കും. ഇവിടെയാണെങ്കിൽ കമലയാണെങ്കിൽ കട്ടിൽ കണ്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല, അവൾക്ക് ഉറക്കം മതി. ഹരിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കാറുണ്ട്. കൂട്ടുകാരുമൊത്ത് പലയിടത്തും കറങ്ങി നടന്ന് മയക്കുമരുന്ന് വരെ അടിക്കാറുണ്ടെന്നാണ് അറിയുന്നത്. അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മൂഡ് എന്താണെന്ന് നമുക്കറിയില്ല. ബബിത സ്വന്തം സഹോദരിയാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നാലും പക്ഷേ അവൻ അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അവൻ്റെ മുറപ്പെണ്ണാണ്. അവൻ എന്തൊക്കെയാണ് മനസ്സിൽ കരുതി കൂട്ടിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അലീനയോട് അവൻ ചെയ്ത ക്രൂരതകൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അവർ രണ്ടുപേരെയും കടപ്പാട്ടൂരിലേക്ക് ബാലചന്ദ്രൻ്റെ കൂടെ അയക്കാമെന്നാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ശിവ, പക്ഷേ വൈജയന്തി ഇപ്പോൾ തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് വരില്ല എന്നല്ലേ പറയുന്നത്? ഇങ്ങോട്ട് പോലും വരില്ല എന്നാണ് അവളുടെ അഭിപ്രായം. മക്കളെയും കൊണ്ട് മറ്റെവിടേക്കോ അവൾ വീടെടുത്ത് താമസിക്കുമെന്നാണ് അവൾ പറയുന്നത്. ഇനി അതൊക്കെ എങ്ങനെ നടക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സംസാരിച്ച് അന്നത്തെ രാത്രി കഴിയുമ്പോഴേക്കും പിറ്റേന്ന് രാവിലെ തന്നെ ബബിത രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ, നമുക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ, നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് നിനക്ക് ഇവിടെ കൂട്ടുള്ളത് കൊണ്ട് നീ അവളുടെ കൂടെ ഇവിടെ നിന്നോളാമെന്ന്. പിന്നെന്താ നീ ഇപ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നത്? അമ്മ വന്നിട്ട് അമ്മയുടെ കൂടെ നമുക്ക് മാറി താമസിക്കാമെന്നല്ലേ നീ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ബബിത പറയുകയാണ്, അതൊക്കെ ശരിയാണ് രോഹിത്തെ, പക്ഷേ എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. നമുക്ക് അച്ഛൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു സുരക്ഷിതത്വം കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അപ്പോൾ ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കങ്ങോട്ട് പോകാനാണ് താല്പര്യം. ആ സമയത്ത് അവിടേക്ക് ഹരി വരുന്നുണ്ട്. ഹരി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ബബിത എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രോഹിത്തെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അത് അവൾ പറയുന്നത് അവൾക്ക് കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അവിടെ ആകുമ്പോൾ അച്ഛനുണ്ടല്ലോ, അവിടെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിൽക്കാം എന്നാണ്. അപ്പോൾ ഒരു ഹരി ബബിതയോട് ചോദിക്കുന്നുണ്ട്, എന്താ ബബിതെ, നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ, പക്ഷേ പിന്നെന്താ നിനക്ക് ഇവിടെ നിൽക്കാൻ ഇത്ര പ്രയാസം എന്ന് പറയുമ്പോൾ ബബിത ഒന്നും മിണ്ടാതെ തന്നെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ബബിത പോയതിനെ പിന്നാലെ തന്നെ ഹരി അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. അവളോട് സംസാരിക്കുന്നുണ്ട്. നീ എന്താ രോഹിത്തിനോട് രാവിലെ പറഞ്ഞത്? ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്നാണോ? അങ്ങനെ നിന്നെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നിന്റെ വീഡിയോ ഞാനിവിടെ വീട്ടിലെ TV യിലിട്ട് ഞാൻ എല്ലാവരെയും കാണിക്കും. കൂടെ ബാലചന്ദ്രൻ അങ്കിളും വൈജയന്തി ആൻറ്റിയും ഒക്കെ ഈ കഥ കാണട്ടെ എന്ന് പറയുമ്പോൾ ബബിത വീണ്ടും പറയുന്നുണ്ട്, ഹരിയേട്ട അങ്ങനെ ഒന്നും ചെയ്യരുതേ ഹരിയേട്ട. എന്താണോ ഹരിയേട്ടൻ പറയുന്നത് അത് ഞാൻ അനുസരിക്കാമെന്ന്. എന്നിട്ടും 2-3 ദിവസം ബബിത ഹരിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ അവസാനം അവൾക്ക് ഹരി വിളിക്കുന്നിടത്ത് തന്നെ ചെല്ലേണ്ടി വന്നു. പല ഭീഷണികൾക്കൊടുവിൽ അവൾ അവസാനം ഒരു ദിവസം രാത്രി തന്നെ ഹരി അവളുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. വന്ന പടയെ തന്നെ അവളെ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കൈ കുടഞ്ഞു മാറ്റിയിട്ട് കാലിൽ വീണ് അപേക്ഷിക്കുന്നുണ്ട്, ഹരിയേട്ട അങ്ങനെ ഒന്നും ചെയ്യരുത് ഹരിയേട്ട എന്നൊക്കെ. പക്ഷേ ഹരി അതിനൊന്നും തന്നെ വഴങ്ങുന്നില്ല. എടി, നീ എൻ്റെ മുറപ്പെണ്ണല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ. എന്നിട്ട് ബബിത ഒരു സൈഡിലേക്ക് കരഞ്ഞു മാറിയിരിക്കുമ്പോൾ അങ്ങനെ രോഹിത്ത് അവരുടെ റൂമിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അടുത്ത് ഹരിയെ കാണുന്നില്ല. ഹരി പെട്ടെന്ന് രോഹിത്ത് ചിന്തിക്കുന്നുണ്ട്, ചിലപ്പോൾ അവൻ പുറത്ത് സിഗരറ്റ് വലിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പോയതായിരിക്കും. എന്തായാലും ഞാനും കൂടെ ചെന്ന് ഒന്ന് പുറത്ത് സിഗരറ്റ് വലിച്ചിട്ട് വരാം, ഇപ്പോൾ രാത്രിയായില്ലേ, ആരും കാണില്ല എന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡോറ് തുറന്നിട്ടുമില്ല, അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇവൻ ഇത് എവിടെ പോയതായിരിക്കും? അവൻ്റെ മനസ്സിലും പല ചിന്തകൾ ഇങ്ങനെ ഓടുന്നുണ്ട്. അവൻ പെട്ടെന്ന് ബബിതയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ബബിതയും ഹരിയുടെ സഹോദരിയും ഒരുമിച്ചാണ് ഒരു റൂമിൽ കിടന്നിരുന്നത്. അവിടെ ഹരിയുടെ സഹോദരിയുടെ കൂടെ അവളെ കാണാനില്ല. അവനിങ്ങനെ വല്ലാതെ അങ്ങ് ടെൻഷൻ അടിക്കുകയാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, ബബിതയും കാണാനില്ല, ഹരിയെയും കാണാനില്ല. ഹരിയുടെ സ്വഭാവമാണെങ്കിൽ വളരെ മോശമാണ്. അവൻ ആരോട് എന്താണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവൻ എവിടെയായിരിക്കുമെന്ന് അന്വേഷിച്ച് പതുക്കെ അവൻ മുകളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് ഒരു റൂമിൽ ഒരു ചെറിയ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിഴലടക്കം കാണുന്നത്. അവൻ പതിയെ ആ ഡോറിൻ്റെ സൈഡിൽ വന്ന് ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ സംഭാഷണമെല്ലാം അവൻ മറിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഹരി അവളോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഹരിയേട്ട, ഞാൻ നിങ്ങളുടെ പെങ്ങളാണ്, നിങ്ങളുടെ പെങ്ങളെ പോലെ മാത്രമേ എന്നെ കാണാവൂ. ഞാൻ എൻ്റെ രോഹിത്തിനെ കാണുന്നത് പോലെ തന്നെയാണ് ഞാൻ ഹരിയേട്ടനെ കാണുന്നത്. മറ്റൊരു
അർത്ഥത്തിലും ഞാൻ ഹരിയേട്ടനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ദേഹോപദ്രവം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് അവളെ കടന്ന് പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് രോഹിത് കതക് തുറന്ന് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അത് കണ്ടപാടെ തന്നെ ഹരി അവൻ്റെ പ്ലാൻ എല്ലാം മാറ്റുകയാണ്. ഹരി പറയുന്നുണ്ട്, രോഹിത്തെ, ഇവൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന്, അവൾക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താന്ന് ചോദിച്ച സമയത്ത് അവളൊന്നും മിണ്ടുന്നില്ല, അവിടെ ഇരുന്ന് കരയുകയാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ രോഹിത്തിന് ഹരിയുടെ സ്വഭാവം കറക്റ്റായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് രോഹിത് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ്റെ കോളറിന് കയറി പിടിച്ചുകൊണ്ട് ദേഷ്യത്തിന് ചോദിക്കുകയാണ്, നീ എന്താ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് നിന്നതെന്ന് ഞാൻ കേട്ടു. ഞാൻ ഇവിടെ ഇപ്പോഴല്ല വന്നത്, ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ വന്ന് ഡോറിൻ്റെ ഇവിടെ പുറകുവശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ സംഭാഷണമെല്ലാം ഞാൻ കേട്ടു. നീ ഇത്രയും നെറുകെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിന്റെ സഹോദരിയെ കാണുന്നത് പോലെ ആയിരിക്കും ബബിതയെ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാനും അവൾ ഇവിടെ താമസിക്കാമെന്ന് കരുതി വന്നത്. സ്വന്തം അമ്മയുടെ സഹോദരൻ്റെ വീടല്ലേ, അത്രയും സുരക്ഷിതത്വം അവൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ ഇത്രയും തെണ്ടിത്തനം കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. രോഹിത് ബബിതയോടും ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ അറിയാമല്ലോ, അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ അറിയാമല്ലോ, നീയും ഇവനുമായി പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്ന്. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, ഇവനെയാണോ നിനക്ക് പ്രണയിക്കാൻ കിട്ടിയത്? ഇവൻ എത്ര പെണ്ണുങ്ങളെ പ്രണയിച്ച് ചതിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ആഴ്ചയ്ക്ക് ഓരോ പെൺകുട്ടികളുടെ കൂടെയാണ് ഇവൻ നടക്കുന്നത്. അവൻ ഡ്രസ്സ് മാറുന്നത് പോലെയാണ് അവൻ പെൺകുട്ടികളെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇവനെയാണോ നീ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ വൈദ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവർ തമ്മിൽ അടിയും ബഹളവും ഒക്കെ ആവുന്നതിനെ തുടർന്ന് കമലയും ശിവനും രാജീവനും ഒക്കെ ലൈറ്റിട്ട് മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും നല്ല വഴക്കിട്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് അവരെ കണ്ടപാടെ തന്നെ ശിവനും രാജീവനുമായിട്ട് അവരെ പിടിച്ചു മാറ്റിയിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അങ്ങളെ, ഞാൻ വരുന്ന സമയത്ത് ഇവൻ ബബിതയോട് മോശമായിട്ട് പെരുമാറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവനെ പിടിച്ചു മാറ്റാൻ വന്നത് എന്ന്. അപ്പോൾ രാജീവൻ ചോദിക്കണ്ട, ആണോടാ ഹരി, നീ അതിനാണോ വന്നത്? എന്താ, നിന്റെ സഹോദരിയല്ലേ അവള് എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഇവൻ ചുമ്മാ പറയുന്നത് ആങ്ങളെ, ഞാൻ അവളെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന്. പക്ഷേ ഹരിയുടെ സ്വഭാവം അറിയാമെന്നുള്ള രാജീവനും ശിവനും അത് രോഹിത് പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ രോഹിത്തിനെയും ഹരിയെയും പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ചതിന് ശേഷം രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ, ഇനി എന്തായാലും നീയും ബബിതയും ഇവിടെ നിൽക്കണ്ട. രാവിലെ തന്നെ ഞങ്ങൾ കടപ്പാട്ടൂരിലേക്ക് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടാം. എന്തായാലും ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇനി വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ബാക്കി എന്താണോ അവൾ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഇനി എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നീ മുറിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ബബിതയെയും രോഹിത്തിനെയും അവിടെ നിന്നും ശിവനും രാജീവനും കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് പതിയെ ആ ഒരു അവസരത്തിൽ ഹരി പോവാൻ നോക്കുന്ന സമയത്ത് രാജീവൻ അവന്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. നീ ഇത്ര തെമ്മാടിയാണോടാ? പുറത്ത് നീ ഇത്തരം തെമ്മാടിത്തനങ്ങൾ കാണിക്കാറുണ്ട്, ഇപ്പോൾ വീട്ടിനകത്ത് സ്വന്തം കുടുംബത്തിലെ പെണ്ണുങ്ങളോടായോ നിന്റെ തെണ്ടിത്തനം എല്ലാം? അവള് നിന്റെ സഹോദരിയല്ലേ, അവൾ നിന്റെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് നീ അവളോട് കുടുംബത്തിൽ നിരക്കാത്ത പ്രവൃത്തിയല്ലേ ചെയ്തത്? അത് ബാലചന്ദ്രൻ അറിഞ്ഞെങ്കിൽ ഇന്ന് തന്നെ നിന്നെ അടിച്ചു കൊല്ലുമായിരുന്നടാ എന്ന് പറഞ്ഞിട്ട് അവനോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പുറകേക്ക് തള്ളി മാറ്റി രാജീവനും ശിവനുമായിട്ട് അവനെ നന്നായിട്ട് അടിച്ച് ശരിയാക്കുകയാണ്. രാജീവൻ സ്വന്തം അച്ഛനാണെങ്കിലും സ്വന്തം മകൻ്റെ ഈ ഒരു പ്രവൃത്തി ഒരിക്കലും രാജീവൻ അംഗീകരിക്കാൻ കഴിയില്ല. അവനെ 2 കാലും കൈയും ഒക്കെ അടിച്ചൊടിച്ച് റൂമിലേക്ക് അടച്ചിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മറ്റൊരു പെൺകുട്ടികളോടും നീ ഈ പ്രവൃത്തി ചെയ്യരുത്, അത് നിനക്കൊരു ഓർമ്മയായിട്ടിരിക്കട്ടെ. പിറ്റേന്ന് രാവിലെ തന്നെ ബബിതയോട് രാജീവൻ വിളിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത ഒന്നും പറയാതെ നിൽക്കുന്ന സമയത്ത് രാജീവൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തുറന്നു പറയണം. എന്തിനാണ് നിന്നെ ഹരി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? നീ എന്തുകൊണ്ടാണ് അവൻ ഭീഷണിപ്പെടുത്തിയെങ്കിലും മറ്റാരോടും ഈ കാര്യങ്ങൾ പറയാത്തതെന്ന്. ആ സമയത്ത് നിവൃത്തിയില്ലാതെ ബബിത പറയുന്നുണ്ട്, അത് അങ്കിളെ, എനിക്ക് മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കാണിച്ച് ഭീഷണിപ്പെടുത്തുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെ
ഭീഷണിപ്പെടുത്തേണ്ടെന്നുണ്ടെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്ന്. അതുകൊണ്ടാണ് അന്ന് ഹരി എൻ്റെ റൂമിൽ അതിക്രമിച്ച് കയറിയതെന്ന്. ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് രാജീവൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നിനക്ക് അറിയാമെന്നുള്ളതല്ലേ, ഇപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായെന്ന് നിനക്കറിയാമെന്നുള്ളതല്ലേ, ഇത്രയും ഉദാഹരണങ്ങൾ നിന്റെ മുന്നിൽ കിടക്കുമ്പോൾ നീ എന്തിനാ മോളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞുകൂടായിരുന്നോ? അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. എന്തെങ്കിലും പ്രണയബന്ധം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അവസാനിക്കണം. അതെല്ലാം മറന്നു കളഞ്ഞേക്ക്. ഇനി ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടരുത് എന്ന്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ രാജീവൻ ശിവനും കൂടെ ബബിതയും രോഹിത്തിനെയും കൂട്ടി കടപ്പാട്ടൂരിലേക്ക് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം രോഹിത്തിനെയും ബബിതയും അവിടെ ഏൽപ്പിച്ചതിന് ശേഷം അവർ തിരിച്ചു മടങ്ങുകയാണ്. എന്നിട്ട് വീണ്ടും രോഹിത്തിനോടും ബബിതയോടും പറയുന്നുണ്ട്, അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. ആവശ്യമില്ലാതെ മറ്റൊരിടത്തും ചെന്ന് താമസിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ അച്ഛൻ്റെ വീടല്ലേ, നിങ്ങൾക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ഉള്ളത്. ഇവിടെ കിട്ടുന്നത് പോലെ മറ്റൊരിടത്തും കിട്ടില്ല. അങ്ങനെ രോഹിത്തിനെയും ബബിതയെയും ബാലചന്ദ്രൻ്റെ കൈകളിൽ ഏൽപ്പിച്ചതിന് ശേഷം തിരിച്ചു രാജീവനും ശിവനുമായിട്ട് മടങ്ങുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുംബൈയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.